Hi friends, I am Geetu. Today we are going to discuss about e-commerce and internet economy. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് ഇൻ്റർനെറ്റിലൂടെ നടത്തുന്ന ഒരു ബിസിനസ്സും അതുപോലെ ഇലക്ട്രോണിക്കലി നടത്തുന്ന ഒരു ബിസിനസ്സുമാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇ-കൊമേഴ്സ് നോക്കാം. ഇലക്ട്രോണിക് കൊമേഴ്സ് ഈസ് എ കൺസേൺഡ് വിത്ത് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻഫർമേഷൻ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് ഇൻ്റർനെറ്റിലൂടെ നടത്തുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. അത് ഇൻഫർമേഷൻ പ്രോഡക്റ്റ് സർവീസൊക്കെ ആകാം. By definition, it covers a variety of business activities which are internet as a platform for either information exchange or monetary transaction or both at times. അതായത് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ രണ്ടും ഒരു പ്ലാറ്റ്ഫോമായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന വിവിധ തരം ബിസിനസ് ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉൾക്കൊള്ളുന്നു. എക്സാമ്പിൾ നമ്മൾ കൺസ്യൂമർ ബ്രാൻഡ് റീറ്റെയിൽ സൈറ്റായ Amazon.com, Flipkart.com എന്നിവ സാധാരണയായി പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുകയും ഇൻ്റർനെറ്റിലൂടെ ക്യാഷ് ട്രാൻസാക്ഷനും അതുപോലെ ക്യാഷ് ട്രാൻസാക്ഷൻസൊക്കെ എന്താണ് നടത്താൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ബിസിനസ് റിലേഷൻഷിപ്പ്, ബെറ്റർ കസ്റ്റമർ സർവീസസ്, ഗെറ്റിംഗ് മോർ കസ്റ്റമേഴ്സ്. പിന്നെ ഫീച്ചേഴ്സ് പറയുന്നത് ടെക്നോളജി എനാബിൾഡ് ആയിരിക്കും, മീഡിയേറ്റഡ് ആണ്, ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ, വിർച്വൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ബൈ ബിസിനസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഓവർ ദ ഇൻ്റർനെറ്റ് ആൻഡ് ത്രൂ അതർ ഇലക്ട്രോണിക് മീഡിയ. ദിസ് മൈറ്റ് ഇൻക്ലൂഡ് പ്രൊക്യൂറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ് ആസ് വെൽ ആസ് സെല്ലിംഗ് പ്രോഡക്റ്റ്. അതായത് ഇൻ്റർനെറ്റിലൂടെയും അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മീഡിയാസ് വഴിയും ബിസിനസ്സുകളും കസ്റ്റമേഴ്സും എന്താണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ശേഖരിക്കുകയും കസ്റ്റമേഴ്സുമായിട്ട് ഡീല് ചെയ്യുകയും പിന്നെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയും എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഈ ബിസിനസ്സും ഇ-കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പറയുവാണ്. ഈ ബിസിനസ് വേഴ്സ് ഇ-കൊമേഴ്സ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബ്രോഡർ കോൺസെപ്റ്റാണ്, എന്നാൽ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു നാരോ കോൺസെപ്റ്റാണ്. അതുപോലെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് റീറ്റെയിൻ ആൻഡ് എഡ്യൂക്കേറ്റ് കസ്റ്റമർ. പക്ഷേ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് സെൽ ഓൺലൈൻ ആയിരിക്കും. ഈ ബിസിനസ് ഇൻവേർഡ് പ്രോസസ്സും ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് പ്രോസസ്സും ആയിരിക്കും. പിന്നെ ഈ ബിസിനസ്സിൽ ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഇ-കൊമേഴ്സിൽ അവർ ഇൻ്റർനെറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ബിസിനസ്സിൽ ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇ-കൊമേഴ്സിലാണെങ്കിലോ ഇൻ്റർനെറ്റ് സിസ്റ്റത്തിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ ഈ ബിസിനസ് എപ്പോഴും വലിയ ബൾക്കായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും എടുക്കുന്നത്. ഇ-കൊമേഴ്സ് വലുതും ചെറുതുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഈ ബിസിനസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കോമ്പോണൻ്റ് ആണ്, എന്നാൽ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് സെല്ലിംഗ് കോമ്പോണൻ്റ് ആണ്. ഈ ബിസിനസ്സിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇ-കൊമേഴ്സിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ് ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ മാനേജ്മെൻറ്റിലെ എല്ലാ ഫങ്ഷൻസും ഈ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇ-കൊമേഴ്സിലെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഫങ്ഷൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇ-കൊമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇ-കൊമേഴ്സിലാണെങ്കിൽ എന്താണ് ഈ ബിസിനസ് അവർ യൂസ് ചെയ്യുന്നില്ല. ഇ-കൊമേഴ്സിന് വേണ്ടിയിട്ട് ഈ ബിസിനസ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ബിസിനസ്സിലെന്ന് പറയുമ്പോൾ എന്താണ് ഇ-കൊമേഴ്സായിട്ട് കമ്പയർ ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. എന്നാൽ ഇ-കൊമേഴ്സിലെന്ന് വെച്ചാൽ എന്താണ് ഈ ബിസിനസ്സുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കും. മറ്റേതുമായിട്ട് ഈ ബിസിനസ്സിൽ ഇ-കൊമേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ അവർക്ക് ഭയങ്കര പാടായിരിക്കും. എന്നാൽ ഇ-കൊമേഴ്സിലാണെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ ഈസിയാണ്. ഇനി ഇതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ഇ-കൊമേഴ്സിൻ്റെ പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പ്രോസസ്സ്, കൺസ്യൂമർ ഫോഴ്സ്ഡ് പ്രോസസ്സ്, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ഇത് മൂന്നുമാണ് ഇ-കൊമേഴ്സിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് എന്ന് വെച്ചാൽ B2B, B2C, B2G, C2C ആൻഡ് മൊബൈൽ കൊമേഴ്സ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പഠിക്കാം. ബിസിനസ് ടു ബിസിനസ്, അതായത് B2B റെഫേഴ്സ് ടു ഇ-കൊമേഴ്സ് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ ബിസിനസ്. അതായത് ബിസിനസ് ടു ബിസിനസ് അല്ലെങ്കിൽ B2B എന്നത് എന്താണ് ബിസിനസ്സുകൾ തമ്മിലുള്ള ഇ-കൊമേഴ്സ് ആക്ടിവിറ്റീസുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ ഇ-കൊമേഴ്സ് B2B ട്രാൻസാക്ഷൻസ് ആർ യൂഷ്വലി ക്യാരിഡ് ഔട്ട് ത്രൂ ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ഓർ EDI. EDI is an automated format of exchanging information between business over private networks. അതായത്
ഇ കൊമേഴ്സ് B2Bയിൽ സാധാരണയായി ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ EDI വഴിയാണ്. ഇവിടെ പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ ഈ ബിസിനസ്സുകൾക്കിടയിൽ ഇൻഫർമേഷൻ കൈമാറുന്നതിനുള്ള ഒരു ഓട്ടോമാറ്റഡ് ഫോർമാറ്റാണ് EDI എന്ന് പറയുന്നത്. ഇവ എന്താണ്? ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലർ ബിസിനസ് B2B കമ്പനീസ്. അതായത് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? B2B കമ്പനികളാണ്. അതായത് ഈ പ്രൈവറ്റ് നെറ്റ്വർക്ക്സിലൂടെ ബിസിനസ്സുകൾക്കിടയിൽ ഇൻഫർമേഷൻ കൈമാറുന്നതിനുള്ള ഒരു ഓട്ടോമാറ്റഡ് ഫോർമാറ്റാണ് EDI എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബിസിനസ് ടു കൺസ്യൂമർ. അതായത് ബിസിനസ് ടു കൺസ്യൂമർ ഓർ B2C റെഫേഴ്സ് ടു ഇ-കൊമേഴ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഫോക്കസ്ഡ് ഓൺ കൺസ്യൂമേഴ്സ് റാദർ ദാൻ ഓൺ ബിസിനസ്. അതായത് B2C അതായത് ബിസിനസ് ടു കൺസ്യൂമർ എന്നാൽ ബിസിനസ്സുകളേക്കാൾ കൺസ്യൂമറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇ-കൊമേഴ്സ് ആക്ടിവിറ്റീസുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ ഇൻസ്റ്റാൻസ് എ ബുക്ക് റീറ്റെയിലർ വുഡ് ബി എ B2C കമ്പനി സച്ച് ആസ് Amazon.com. അതായത് ഒരു ബുക്ക് റീറ്റെയിലർ, ഈ ആമസോൺ പോലുള്ള ഈ ഒരു ബുക്ക് റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമസോൺ പോലുള്ള B2C കമ്പനികളായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. അതായത് B2G സ്റ്റാൻഡ് ഫോർ ബിസിനസ് ടു ഗവൺമെൻറ്, ഇംപ്ലൈങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബിസിനസ് ടു ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബിസിനസ് ടു ഗവൺമെൻറ് ഈസ് defined as the sales model when companies sell products, services and information to government or government agencies. അതായത് ഗവൺമെൻറ് ഏജൻസികളുമായും ഗവൺമെൻറ് സ്ഥാപനങ്ങളുമായും ഒരു ബിസിനസ് തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഇതൊരു സെയിൽസ് മോഡലായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മീൻസ് കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ്, സർവീസ്, ഇൻഫർമേഷൻ ഇതൊക്കെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികൾക്ക് വിൽക്കുന്നു. ഇതാണ് ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ ടു കൺസ്യൂമർ ആണ്. ഇത് റെഫേഴ്സ് ടു ഇ-കൊമേഴ്സ് ആക്ടിവിറ്റീസ് വിച്ച് യൂസസ് ഓപ്ഷൻ സ്റ്റൈൽ മോഡൽ. അതായത് ഇത് ഇ-കൊമേഴ്സ് ആക്ടിവിറ്റീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു ഓപ്ഷൻ സ്റ്റൈൽ മോഡലിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേലം. ഓപ്ഷൻ സ്റ്റൈൽ മോഡലിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് ആർ ആൾസോ ദി ബിസിനസ് ആൻഡ് C2C എനാബിൾസ് കസ്റ്റമേഴ്സ് ടു ഡയറക്ട്ലി ഡീൽ വിത്ത് ഈച്ച് അതർ. അതായത് ബിസിനസ്സും കൺസ്യൂമേഴ്സും ആണ് C2C കസ്റ്റമേഴ്സിനെ പരസ്പരം നേരിട്ട് ഡീൽ ചെയ്യാൻ പ്രാപ്തമാക്കുന്നത്. ഈ C2Cൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരിക്കും. ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ നോ ഇൻ്റർമീഡിയറി, പിന്നെ വൈഡ് റീച്ച് ആയിരിക്കും, പിന്നെ റൗണ്ട് ദി ക്ലോക്ക് അവൈലബിലിറ്റി ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് മെയ്ഡ് ഹാസ് നോ ഗ്യാരണ്ടി. അതായത് പേയ്മെൻറ്റിന് ഒരു ഗ്യാരണ്ടി കാണത്തില്ല. പിന്നെ ലാക്ക് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ഇനി എന്താണ് മൊബൈൽ കൊമേഴ്സ്? മൊബൈൽ കൊമേഴ്സ് എന്ന് വെച്ചാൽ M-കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് ഈസ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ വയർലെസ് ടെക്നോളജി. അതായത് വയർലെസ് ടെക്നോളജിയിലൂടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതാണ് M-കൊമേഴ്സ് എന്ന് പറയുന്നത്. വയർലെസ് ടെക്നോളജിയിലൂടെ ഇതിൻ്റെ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മൾ സെല്ലുലാർ ഫോൺസ്, അതുപോലെ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ഇതൊക്കെയാണ്. ഈ M-കൊമേഴ്സിൽ ഗ്ലോബൽ ലീഡറായിട്ട് നമ്മൾ ജപ്പാനെ കാണുന്നു. അതായത് M-കൊമേഴ്സിൻ്റെ ഗ്ലോബൽ ലീഡർ എന്ന് പറയുന്നതായിട്ട് ആരെയാണ് കാണുന്നത്? ജപ്പാനെയാണ് കാണുന്നത്. ആസ് കണ്ടന്റ് ഡെലിവറി ഓവർ വയർലെസ് ഡിവൈസസ് ബിക്കം ഫാസ്റ്റർ അല്ലെങ്കിൽ മോർ സെക്യൂർ ആൻഡ് സ്കെയിലബിൾ ആയിരിക്കും. അതായത് വയർലെസ് ഡിവൈസസിലൂടെയുള്ള ഈ ഡെലിവറി കണ്ടന്റുകൾ എന്ന് പറയുന്നത് കൂടുതൽ ഫാസ്റ്ററും അതുപോലെ കൂടുതൽ സ്കെയിലബിളും അതുപോലെ കൂടുതൽ സെക്യൂറും ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇ-കൊമേഴ്സ് ആണ്. അതായത് ആ 3 ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ എക്കണോമിക് ഫോഴ്സസ്, മാർക്കറ്റ് ഫോഴ്സസ് ആൻഡ് ടെക്നോളജിക്കൽ ഫോഴ്സസ്. ഇതിൽ എക്കണോമിക് ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് എവിഡൻറ്റ് ബെനിഫിറ്റ് of e-commerce is economic efficiency resulting from the reduction in communication costs, low cost technological infrastructure, പിന്നെ cheaper customer service alternatives. എന്ന് വെച്ചാൽ എക്കണോമിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്, പിന്നെന്താണ് ലോ കോസ്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ചീപ്പർ കസ്റ്റമർ സർവീസ് ആൾട്ടർനേറ്റീവ്സ്, ഇതിൻ്റെയൊക്കെ കോസ്റ്റ് കുറച്ചതിൻ്റെ ഫലമായുണ്ടായ ഒരു സാമ്പത്തിക കാര്യക്ഷമതയാണ് ഈ കൊമേഴ്സിൻ്റെ ഏറ്റവും വ്യക്തമായ നേട്ടങ്ങളിലൊന്ന്. അതായത് വൺ ഓഫ് ദി മോസ്റ്റ് എവിഡൻറ്റ് ബെനിഫിറ്റ് ഓഫ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് എഫിഷ്യൻസി റിസൾട്ടിങ് ഫ്രം റിഡക്ഷൻ ഇൻ എന്തിൻ്റെയൊക്കെ റിഡക്ഷനിലാണ്? കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്, ലോ കോസ്റ്റ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ചീപ്പർ കസ്റ്റമർ സർവീസ് ആൾട്ടർനേറ്റീവ്സ്. ഇതിൻ്റെയൊക്കെ എന്താണ്? ഇതിൻ്റെയൊക്കെ
റിഡക്ഷൻ, അതായത് ഇതിൻ്റെയൊക്കെ ചിലവ് കുറച്ചതിൻ്റെ ഫലമായി ഉണ്ടായ സാമ്പത്തിക കാര്യക്ഷമതയാണ്, അതായത് എക്കണോമിക് എഫിഷ്യൻസിയാണിത് ഇ കൊമേഴ്സിൻ്റെ ഏറ്റവും വ്യക്തമായ നേട്ടങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതിൽ വരുന്ന ഒന്നാണ് ഈ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷൻസ്. അതായത് എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് കോർപ്പറേഷൻ, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഇൻഡിപെൻഡൻറ്റ്, പിന്നെന്താണ് ഇവരൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ഇലക്ട്രോണിക് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, പിന്നെന്താണ് ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സ്, ഇവരുടെയൊക്കെ ഒരു ഇലക്ട്രോണിക് നെറ്റ്വർക്കിംഗ് ആണ് എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷനിൽ വരുന്നത്. എന്നാൽ ഇൻറ്റേർണൽ ഇൻ്റഗ്രേഷനിൽ വരുന്നത് നമ്മൾ കോർപ്പറേഷനിലുള്ളിലെ, അതായത് കോർപ്പറേഷനിലകത്തുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നെറ്റ്വർക്കിങ്ങും ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സൊക്കെയാണ് ഇൻറ്റേർണൽ ഇൻ്റഗ്രേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് മാർക്കറ്റ് ഫോഴ്സസ്. അതായത് കോർപ്പറേഷൻ ആർ എൻകറേജ്ഡ് ടു യൂസ് ഇ കൊമേഴ്സ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ടു ക്യാപ്ചർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബോത്ത് ബിഗ് ആൻഡ് സ്മോൾ. അതായത് വലുതും ചെറുതുമായ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളെ പിടിച്ചെടുക്കുന്നതിന് മാർക്കറ്റിങ്ങിലും പ്രൊമോഷനിലും ഇ കൊമേഴ്സ് ഉപയോഗിക്കാൻ കോർപ്പറേഷനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. The internet is likewise used as a medium for enhanced customer service and support. ഇതെന്ന് വെച്ചാൽ മെച്ചപ്പെട്ട കസ്റ്റമർ സർവീസിനും അതുപോലെ മെച്ചപ്പെട്ട കസ്റ്റമർ സർവീസ് ആൻഡ് സപ്പോർട്ട് ഇതിനൊക്കെയുള്ള ഒരു മീഡിയ ആയിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ടെക്നോളജി ഫോഴ്സസ് ആണ്. The development of ICT is a key factor in the growth of e-commerce. This in turn has made communication more efficient, faster, easier and more. അതായത് ഇ കൊമേഴ്സിൻ്റെ വളർച്ചയിൽ ICTയുടെ ഡെവലപ്മെൻറ്റ് ഒരു പ്രധാന ഘടകമാണ്. ടെലിഫോൺ സർവീസ്, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്, കേബിൾ ടെലിവിഷൻ എന്നിവയ്ക്കായി ഒരു പ്രത്യേക നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ തുടർന്ന് ഇത് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫിഷ്യൻറ്റും ഫാസ്റ്ററും അതുപോലെ ഈസിയറും കൂടുതൽ ലാഭകരവുമാക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എക്കോണമിയാണ്. Internet economy is a broader concept than e-commerce and e-business. It includes e-commerce and e-business. അതായത് ഇ കൊമേഴ്സിനെയും ഇ ബിസിനസ്സിനെ കാട്ടി ബ്രോഡർ കോൺസെപ്റ്റാണ് ഇൻ്റർനെറ്റ് എക്കോണമി എന്ന് പറയുന്നത്. ഇത് CREC means Center for Research and Electronic Commerce at the University of Texas has developed a conceptual framework for how the internet economy works. അതായത് നമ്മുടെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ CRC, അതായത് സെൻറ്റർ ഫോർ റിസർച്ച് ഇൻ ഇലക്ട്രോണിക് കൊമേഴ്സ്, ഇത് ഇൻ്റർനെറ്റ് എക്കോണമിക്ക് വേണ്ടി കോൺസെപ്റ്റലായ ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ദ ഫ്രെയിം വർക്ക് ഷോസ് 4 ലെയേഴ്സ് ഓഫ് ദ ഇൻ്റർനെറ്റ് എക്കോണമി. അതായത് ഈ ഫ്രെയിം വർക്ക് 4 ലെയേഴ്സ് ഷോ ചെയ്യുന്നുണ്ട്. ആ 4 ലെയേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ബിസിനസ്, വെബ്സൈറ്റ് ഇൻ്റർമീഡിയറീസ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഹാർഡ്വെയർ. ഇനി ഈ 4 ലെയേഴ്സിനെ പറ്റി പറയാം. ഫസ്റ്റ് ലെവലിൽ വരുന്നത് ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് ഇൻ്റർനെറ്റിനും വേൾഡ് വൈഡ് വെബ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിൽ വരുന്ന ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പനീസ്, VPN, ആക്സിലറേഷൻ സർവീസ്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അതായത് ലെവൽ 1 വരുന്നത് മാനുഫാക്ചേഴ്സ് ആണ്. അത് ഈ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ മാനുഫാക്ചർ ചെയ്യുന്നവരാണ്. എക്സാമ്പിൾ റോം, പ്രിൻ്റർ, ഇങ്ങനെ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നവർ. അതിൻ്റെ എക്സാമ്പിളാണ് സിസ്കോ. ലെവൽ 2 വരുന്നതാണ് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് കമ്പനീസ് ദാറ്റ് മേക്ക് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് വെബ് ട്രാൻസാക്ഷൻ. അതായത് കമ്പനീസ് സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് കൊമേഴ്സ് ആപ്ലിക്കേഷൻ, വെബ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ് കൺസൾട്ടൻറ്റ്, ഓൺലൈൻ ട്രെയിനിങ്, സെർച്ച് എൻജിൻ സോഫ്റ്റ്വെയർ, വെബ് എനാബിൾ ഡേറ്റാബേസ്, മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് ഇതൊക്കെ. അതായത് വെബ് പേജ്, കണ്ടൻറ്റ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ലെവൽ 2 വരുന്നത്. അഡോബ്, മൈക്രോസോഫ്റ്റ് അതാണ് എക്സാമ്പിൾ. അടുത്തതായി ലെവൽ 3 ആണ്. അതിൽ വരുന്നത് ഇൻ്റർനെറ്റ് ഇൻ്റർമീഡിയറീസ് ആണ്. കമ്പനീസ് ദാറ്റ് ലൈക്ക് ഇ കൊമേഴ്സ് ബയർ ആൻഡ് സെല്ലർ. അതായത് ഇ കൊമേഴ്സ് ബയർ ആൻഡ് സെല്ലറുമായിട്ട് കമ്പനി ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് മാർക്കറ്റ് മേക്കേഴ്സ് ഇൻ വെർട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഓൺലൈൻ ട്രാവൽ ഏജൻറ്റ്, ഓൺലൈൻ ബ്രോക്കേജസ്, കണ്ടൻറ്റ്
അഗ്രിഗേറ്റേഴ്സ്, ഓൺലൈൻ അഡ്വർടൈസേഴ്സൊക്കെയാണ്. അതായത് ലെവൽ 3 വെച്ചാൽ മാർക്കറ്റ് മേക്കേഴ്സും പിന്നെ ഈ ബ്രോക്കേജ് ഫേമായി വർക്ക് ചെയ്യുന്നവരും, ഈ റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ പർച്ചേസ് സെയിൽ ചെയ്യുന്നതിനിടയിൽ സൊല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ബ്രോക്കേജസ്, ഇതൊക്കെയാണ് ലെവൽ 3 വരുന്നത്. എക്സാമ്പിൾ ഈ ട്രേഡ്, യാഹോ. ലെവൽ 4 വെച്ചാൽ ഇൻ്റർനെറ്റ് കോമേഴ്സാണ് വരുന്നത്. കമ്പനീസ് ദാറ്റ് സെൽ പ്രോഡക്റ്റ് ഓർ സർവീസസ് ഡയറക്ട്ലി ടു കൺസ്യൂമർ ഓർ ബിസിനസ്. കൺസ്യൂമർ അല്ലെങ്കിൽ ബിസിനസ്സിന് കമ്പനീസ് അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, വിൽക്കുന്നുണ്ട്. ഇനിയുള്ള ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ഈ ടൈലേഴ്സ്, ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ സർവീസസ്, മാനുഫാക്ചേഴ്സ്, സെല്ലിംഗ് ഓൺലൈൻ എയർലൈൻസ് ഒക്കെയാണ്. ഈ ടൈലേഴ്സ് അതായത് നമുക്ക് പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും നടത്താനുള്ള ഒരിടം ഉണ്ടാക്കി തരുന്നവർ. എക്സാമ്പിൾ eBay, ആമസോൺ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻ്റർനെറ്റ് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.